ദൈവത്തെ അറിയാനും മനസ്സിലാക്കാനും സാധിക്കാത്തവരെ കുറിച്ചാണ് സുവിശേഷത്തിൽ ഇന്ന് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നോക്കിയാൽ ചില മുൻകരുതലുകൾ ഈശോ ശിഷ്യന്മാർക്ക് നൽകുന്നുണ്ട്. അവർ നിങ്ങളെ സിനഗോഗുകളിൽ നിന്ന് പുറത്താക്കും, മറ്റൊന്ന് അവർ നിങ്ങളെ കൊല്ലും എന്നൊക്കെയാണ് ഈശോ അവർക്ക് നൽകുന്ന ചില മുൻകൂട്ടിയുള്ള ധാരണകൾ. ക്രിസ്തുവിനോടൊപ്പം സഞ്ചരിക്കേണ്ടവർക്ക് ലഭിക്കാൻ പോകുന്ന അവസ്ഥകൾ ഇതൊക്കെയാണെന്നാണ് ഈശോ തൻ്റെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, ഇന്ന് നമ്മുടെ ഇടയിൽ ഇതൊന്നും അന്യം നിൽക്കാതെ പോകുന്ന കാര്യങ്ങളൊന്നുമല്ല. ദേവാലയങ്ങളെക്കുറിച്ച്, വിശുദ്ധ ബലി അർപ്പണങ്ങളെക്കുറിച്ച് ഇന്ന് തർക്ക വിഷയങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് പെരുകി വരുന്നൊരു കാലഘട്ടം. അധികാരത്തിൻ്റെ ദണ്ടുപയോഗിച്ചുകൊണ്ട് ദൈവിക പ്രമാണങ്ങളാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ കടന്നു വരുമ്പോൾ അവിടെ അന്ന് നടന്ന ക്രിസ്തുവിൻ്റെ പ്രവചനം ഇന്നും നമ്മുടെ ഇടയിൽ നടക്കുകയാണ്. ആത്മാവില്ലാത്ത മേഖലകളിലേക്ക് നമ്മുടെ ആത്മീയ മേഖലകളൊക്കെ തകർന്നു പോകുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമില്ലാത്ത രീതിയിലേക്കൊക്കെ കടന്നു പോകുന്ന ഒരു അസ്വസ്ഥത നിറഞ്ഞൊരു കാലഘട്ടം. ഇന്ന് പരസ്പരം മുറിവേൽപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയല്ലേ. അധികാരത്തോടുള്ള കൂടുതലായിട്ടുള്ള ആർത്തി അതൊക്കെ ഇന്ന് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകമായിട്ട് നമുക്ക് ഈശോയുടെ ഈ വചനങ്ങളൊന്നും ഓർക്കേണ്ടത് നല്ലതാണ്. ആദ്യ കാലഘട്ടങ്ങളിൽ ക്രൈസ്തവ സഭ മറ്റുള്ളവരിൽ നിന്ന് പീഡനം അനുഭവിച്ചപ്പോൾ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ സഭയ്ക്കുള്ളിൽ തന്നെ പീഡനത്തിനിരയാകുന്ന വളരെ മൈനോറിറ്റി ആയിട്ടുള്ള ജനങ്ങളൊക്കെ നമ്മുടെ സഭയ്ക്കുള്ളിൽ തന്നെയുണ്ട്. മണിപ്പൂരിലേക്ക് പോകേണ്ട ആവശ്യമില്ല, കന്ധമാലിലേക്ക് പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ കേരളത്തിൽ മൈനോറിറ്റി ആയിട്ടുള്ള വിഭാഗങ്ങൾ ഇന്ന് ഒരുപാട് സഹനത്തിലൂടെ, പീഡനത്തിലൂടെയൊക്കെ കടന്നു പോവുകയാണ്. പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി മറ്റൊരു കാര്യം, ക്രിസ്തു ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ഒരു നിർദ്ദേശം ഇങ്ങനെയാണ്. ഈശോ സ്വർഗാരോപണം ചെയ്യും, അവരുടെയിൽ നിന്നും മാറിപ്പോകുമെന്നുള്ളൊരു യാത്രാ അറിയിപ്പ് ശിഷ്യന്മാർക്ക് നൽകുന്നുണ്ട്. പറയുന്നുണ്ട്, എൻ്റെ അഭാവം നിങ്ങൾക്ക് ദുഃഖമുളവാക്കാൻ സാധ്യതയുണ്ട്, പക്ഷേ ആ ദുഃഖം കുറച്ച് നാൾ കഴിയുമ്പോൾ സന്തോഷമായി മാറുമെന്നാണ് പറയുന്നത്. ഒരു സഹായകൻ വരുമെന്നാണ് ഈശോ തൻ്റെ പ്രിയപ്പെട്ടവരെ ഓർമ്മിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവിന് നൽകുമെന്നുള്ള വ്യക്തമായിട്ടുള്ള വാഗ്ദാനം ഈ പീഡനങ്ങളുടെ കാലഘട്ടത്തിൽ, സഹനത്തിൻ്റെ കാലഘട്ടത്തിൽ ഈശോ നമ്മളോട് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യഘട്ടം ഇത് തന്നെയാണ്. പരിശുദ്ധാത്മാവ് നമ്മൾക്ക് കൂടെ ഉണ്ടാകും, ശക്തി പകരും. സഹനങ്ങളിലും വേദനകളിലും പരിശുദ്ധാത്മാവിൻ്റെ കൂടെ സഞ്ചരിക്കാനായിട്ട് പരിശുദ്ധാത്മാവ് എന്ന സഹായകൻ നമുക്കുണ്ടാകുമെന്നുള്ള ഒരു ഉറപ്പ് ഈശോ നൽകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്നേഹമുള്ളവരെ, പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിക്കാം. നമ്മുടെ വേദനകളിലും സഹനങ്ങളിലും നൊമ്പരങ്ങളിലൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ കൂടെ സഞ്ചരിക്കാൻ, ദൈവം നൽകുന്ന ആ സഹായകനെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നേറാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.